വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി PK ബാലകൃഷ്ണൻ സ്മാരക ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഞാറക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. KS രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ആരെങ്കിലും ലഹരിയിലേക്ക് പോകുമോ? സാർ പറഞ്ഞു, പ്രത്യേകിച്ച് രാധാകൃഷ്ണൻ സാർ പറഞ്ഞേച്ചു പോയി, നമ്മളിന്ന് പ്രതിജ്ഞ ചെയ്യേണ്ട ദിവസമാണ്. ഞാൻ കുറേ കാര്യങ്ങളൊന്നും പറയാനില്ല. ഞാൻ കുറേ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഒരു 40 വർഷം മുമ്പേ മദ്യ നിരോധനമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനം തുടങ്ങി. ലഹരിക്കെതിരെ വൈപ്പിൻ പ്രസ് ക്ലബ്ബ് വലിയൊരു പ്രോഗ്രാം എടുത്താണ് ഒരു കൊല്ലത്ത്. അതിനും നേതൃത്വം കൊടുത്ത ഭാഗത്ത് ഞാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ വേറൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തന മേഖല എന്തിനാണെന്നറിയാമോ? കൗൺസിലിംഗ്. ശ്രദ്ധിച്ചു കേൾക്കണേ. അടുത്ത ആളുടെ അടുത്ത് സംസാരിക്കരുത്. കുറച്ച് 5 മിനിറ്റ്. ഓക്കെ, റെഡിയല്ലേ? സൂപ്പർ. ഒരു ദിവസം ഒരു ഫോൺ കോൾ വരികയാണ് എനിക്ക്. എവിടെ നിന്നാണെന്നറിയാമോ? മൊയ്നമ്പം സ്റ്റേഷനിൽ നിന്ന്. ജോണി സാറല്ലേ? അതെ. എന്താ സാർ? ഞാൻ SI ആണ് മൊയ്നമ്പം സ്റ്റേഷനിൽ. എന്താ കാര്യം സാർ? 11 മണിക്കാണ് രാത്രിയിട്ടാണ് വിളിക്കണത്. എന്താ സാർ കാര്യം? ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ചെറായി ബീച്ചിൽ നിന്ന് പിടിച്ചതാണ്. ഒരു പെൺകുട്ടി. ഇപ്പം എത്ര വയസ്സുണ്ടാണ് സാറേ? പേരെന്താണ്? എന്നെ വിളിക്കാൻ കാര്യം എന്താണ്? 2-3 ചോദ്യങ്ങൾ പടപടാന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ സാറിനെ അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ സാറിനെ അറിയുന്ന ഒരാളുണ്ട്. അപ്പോൾ സാറിനെ വിളിച്ചാൽ വിവരം അറിയാമല്ലോ എന്ന് വിളിച്ച് വിളിച്ചത്. അപ്പം അന്ന് വൈകിട്ട് 4 മണിക്ക് പാലാരിവട്ടം, എറണാകുളത്തെ ഒരു സ്ഥലം. ആ സ്ഥലത്ത് അടിച്ചാൻ്റെ പൂക്കുറ്റിയായിട്ട് നിൽക്കരുത് ഈ പെക്കൊച്ച്. കൊള്ളാല്ലേ? നല്ല വേണം അല്ലേ? 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 എന്താ അടിക്കണ അത്ര മോശം ഉണ്ടായിരിക്കണോ? ആണല്ലേ? അങ്ങനെ വിചാരിച്ചാൽ നല്ലത്. മനസ്സിലായോ? അപ്പോൾ ഈ കുട്ടി അടിച്ച് പൊക്കുറ്റിയായിട്ട് നിൽക്കണ കുറച്ച് ആൾ, യുവാക്കൾ, പിള്ളേർ വന്നപ്പോൾ കൈ കാണിച്ച് നിർത്തി. കാറിൽ ചോദിച്ചു അവിടെ പോയെന്ന് ചോദിച്ചു. ചെറായി ബീച്ചിൽ പോകണം. ഞാനും ചെറായി ബീച്ചിലേക്ക് വന്നിട്ട് എന്നെയും കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അങ്ങനെ കയറി വന്നാണ്. വൈകുന്നേരം ആയപ്പോൾ, സന്ധ്യ ആയപ്പോഴും അവിടെ ബീച്ചിലവിടെ ഇങ്ങനെ കുട്ടികളൊക്കെ കൂടി നിൽക്കണം കണ്ടു കഴിഞ്ഞിട്ട് നാട്ടുകാർക്ക് വരത്തിരിക്കുക അസ്വസ്ഥത തോന്നിയപ്പോൾ അവർ വിളിക്കുകയായിരുന്നു. ഇവിടെ തന്നെ, ഞാൻ ഈ സ്ഥലമൊന്നും പറയണില്ല, ഇവിടെ വൈപ്പിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഈ പെൺകുട്ടിയിൽ നിന്ന് നമ്മൾ എന്ത് പാഠമാണ് പഠിക്കേണ്ടത്? ആ പെൺകുട്ടിയെ പോലെ ആകണമെന്നാണോ? ജീവിതത്തിൽ ഒരിക്കലും ആവില്ല എന്നാണോ? അത് തലേക്കരണം. അതിനുള്ള ആൾക്കാരെയാണ് ബുദ്ധിയുള്ള ആൾക്കാരെന്ന് വിളിക്കുക, ബോധമുള്ള ആൾക്കാരെന്ന് വിളിക്കുക. മനസ്സിലായോ? നിങ്ങളിവിടെ വിദ്യാഭ്യാസം നേടുന്നത് ഇത്തിരി ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടാക്കാനാണ്, ഇല്ലേ? ഓ ഗുഡ്. നമുക്ക് ഭയങ്കര രസമായിട്ട് കുറച്ച് നേരം ഇരിക്കണം. ഒരു 10 മിനിറ്റ് സമയം എടുക്കുള്ളൂ. ഞാൻ രസമായിട്ടിരിക്കണം. ഓക്കെ, തുടങ്ങാം. എനിക്കിഷ്ടമായില്ല. തുടങ്ങാം. വീട്ടിൽ വിട്ടുന്ന ശബ്ദം ഉണ്ടാവണം. ഓക്കെ, റെഡി? യെസ് എന്ന് പറയണം. റെഡി? സൂപ്പർ. ഒരു മനസ്സായൊന്നു ചേരാ. നിങ്ങൾ എൻ്റെ കൂടെ പാടുമോ? യെസ്. അപ്പൊ ഒരു മനസ്സായൊന്നു ചേരാ, കൈത്താളം കൊട്ടിപ്പാടാ, കൈത്താളം കൊട്ടിപ്പാടാ. അധ്യാപകർ, അനധ്യാപകർ, ഏറ്റവും പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രസംഗമൊക്കെ നടത്തി ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. മറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു കവിതയിലെ വരികൾ ചൊല്ലിക്കൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഓക്കെ? പൊട്ടിയ ബാലിച്ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. തറയിലൊരിലയിലൊരൽപ്പം ചോരയിൽ കൂനനുറും നിരതേടൽ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം.
50 വെള്ളി കാശു കൊടുത്തിട്ടുഴുതുമറിക്കും കാഴ്ചകൾ കാണാം. തെരുവിൽ സ്വപ്നം കരിഞ്ഞ മുഖവും നീട്ടിയ പിഞ്ചുകരങ്ങൾ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ഞാനീ ചൊല്ലിയ വരികള് എവിടെയെങ്കിലുമൊക്കെ പരിചയമില്ലേ നമുക്ക്? എത്രയെത്ര വീടുകള്, നമ്മുടെ സ്വന്തം വീടുകൾ, തൊട്ടയൽപ്പക്കങ്ങൾ, പച്ച കഞ്ഞി കുടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒട്ടേറെ വീടുകൾ അല്ലേ? മദ്യപാനിയായ അച്ഛന്റെ രൂപത്തിൽ, മദ്യപാനിയായ സഹോദരന്റെ രൂപത്തിൽ ഒട്ടേറെ കുടുംബങ്ങളിൽ ഭർത്താവിന്റെ ക്രൂരമർദ്ദനം ഭയന്ന് മക്കളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വീടിന് പുറത്ത് ഇരുട്ടിൽ അന്തി ഉറങ്ങിയ അമ്മമാരുടെ നാടായിരുന്നു ഒരു കാലത്ത് നമ്മുടെ നാട്. ഇന്ന് അതൊക്കെ മാറി. എങ്ങനെയാ മാറിയെന്നറിയാമോ മക്കളെ? നിങ്ങളെ പോലെയുള്ള കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും മനോഹരമായ പാതയിലൂടെ നടന്നെടുത്തപ്പോ നിങ്ങളുടെ വീട്ടിലേക്ക് സമാധാനത്തിന്റെ അന്തരീക്ഷം കടന്നു വരാൻ തുടങ്ങി. അതായത് ഒരു കാലത്ത് നമ്മുടെ വീടിനെയൊക്കെ ദുഃഖത്തിലാക്കിയ മദ്യം എന്ന വിപത്തിനെ ഇല്ലാതാക്കിയത് നിങ്ങളെ പോലെയുള്ള കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണ്. എന്നാൽ ഇന്ന് ആ ഏതൊരു മക്കളാണോ ഒരു കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമായത്, ആ മക്കളെ ഓർത്തുനിന്ന് ഞങ്ങൾ രക്ഷകർത്താക്കൾ പേടിയോടുകൂടി ഓരോ ദിവസവും തള്ളി നിൽക്കേണ്ടി വരുന്നു. കാരണം എന്താ? ചില വാർത്തകൾ, പത്രമെടുത്താൽ, ദൃശ്യമാധ്യമങ്ങൾ എടുത്താൽ, TV പോലെയുള്ള ഇതൊക്കെ തുറന്നു കഴിയുമ്പോൾ കാണുന്ന ചില വാർത്തകളുണ്ടല്ലോ, ഞങ്ങളെ തളർത്തി കളയുകയാണ്. കാരണം ഞാനിത് പറയാൻ കാരണം സമീപകാലത്ത് ഞങ്ങൾ എടുക്കുന്ന കേസുകൾ, പ്രത്യേകിച്ച് മയക്കുമരുന്ന് സംബന്ധമായ കേസുകൾ, ആ കേസുകളിൽ പിടികൂടപ്പെടുന്നത് ഒരു 5-8 വർഷം മുമ്പ് ഞങ്ങളൊക്കെ മയക്കുമരുന്നിലെ കേസിൽ പിടിക്കുന്ന പ്രതികളുടെ പ്രായം 35-40 വയസ്സായിരുന്നെങ്കിൽ ഇന്ന് കണ്ടെടുക്കുന്ന ഏതൊരു മയക്കുമരുന്ന് കേസുകളിൽ 100 കേസെടുത്താൽ 95 കേസുകളിലും പ്രതികളാകുന്നത് 20 വയസ്സിൽ താഴെയുള്ള നിങ്ങളെ പോലെയുള്ള ഒട്ടേറെ കുടുംബത്തിന്റെ പ്രതീക്ഷകളായിട്ടുള്ള പൊന്നോമന മക്കൾ ഏറ്റവും അപകടകാരികളായിട്ടുള്ള മയക്കുമരുന്നിന്റെ പാതയിലേക്ക് അതിവേഗം വന്നു വീഴുന്ന ദയനീയമായ കാഴ്ച. ഒറ്റ തവണ ഉപയോഗം കൊണ്ട് പോലും മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന, മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന, നിങ്ങളെ ഏറ്റവും വേദനാജനകമായ ഒരു രോഗാതുരമായ ഒരു ജീവിതശയ്യയിലേക്ക് കൊണ്ടെത്തിക്കുന്ന, ഏറ്റവും അപകടകാരികളായ രോഗങ്ങളുടെ പാതയിലേക്ക് എത്തിക്കുന്ന, ലഹരി പദാർത്ഥങ്ങളുടെ പാതയിലേക്ക് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എത്തിച്ചേരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഒരു അടിപൊളി കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അല്ലേ? ശരിയല്ലേ? നിങ്ങളുടെയൊക്കെ ഭാഷ മാറിയിരിക്കുന്നു. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ, ഞാൻ ഈ ഭാഷ മാറിയതിനെ കുറിച്ച് പറഞ്ഞ പെട്ടെന്ന് ഓർത്തു പോയത്, പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞോട്ട് വീട്ടില് തലേദിവസം കുടിച്ചുകൊണ്ട് വന്ന് അച്ഛൻ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി ഉറക്കമുണ്ടാകും. അന്നത്തെ ദിവസം ഇല്ല. പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ തന്നെ വത്സല ടീച്ചർ ചോദിക്കും. വത്സല ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഓർക്കുന്നത്. വത്സല ടീച്ചറുടെയൊക്കെ ക്ലാസ്സുകളെ ഓർക്കുന്നത് അങ്ങനെയാണ്. ഹൃദയപാഠത്തിൽ വത്സല ടീച്ചർ ചിരി തകർത്തിന്ദ്ര വജ്രമേയുന്നു. ഇതേപോലെ നിങ്ങളെ പോലെ ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ ബെഞ്ചിലിരുന്ന്, എവിടെ ഞാൻ നട്ട വേപ്പ് റോസാച്ചെടി, എവിടെ എന്റെ പ്രിയപ്പെട്ട ചമ്പകം, എവിടെ ഞങ്ങളുടെ ക്ലാസ് മുറി ബെഞ്ചുകൾ നിരനിരയായിരുന്ന സ്വപ്നാലയം, എവിടെ ഞാൻ മുയൽ ചിത്രം വരച്ചിട്ട കറുകറുപ്പ് നിറച്ചോക്ക് പുസ്തകം, ഇത് കുചേലന്റെ കുട്ടികൾക്കാശ്രയം, തണൽ മരം സ്നേഹ സാന്നിധ്യം ഉത്സവം, ഇത് പൊതിച്ചോറ് വാസനിക്കുന്നിടം, പ്രഥമ സൗഹൃദം പൂത്ത നദീതടം. ഈ സ്കൂളിന്റെ മുൻപിൽ വന്നു നിൽക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ പഠിച്ച് വളർന്ന കോട്ടപ്പുറം മലയാള LP സ്കൂളിന്റെ മണ്ണിനെയാണ്, അല്ലേ? നിങ്ങളെ പോലെ ഒരു ഗവൺമെന്റ് LP സ്കൂളിൽ പഠിച്ച് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ലഹരിയുടെ പാതയിലേക്ക് എത്തില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ മനസ്സിലുള്ളത് കൊണ്ട്. നല്ല ശീലങ്ങൾ, അല്ലേ? പ്രകൃതിയോട്, വായു, ജലം, മണ്ണ് എന്നിവയോട് എല്ലാത്തിനോടും ഏറ്റവും ബഹുമാനത്തോടു കൂടി എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാ: ഉണർന്നേറ്റാൽ നിലം തൊട്ട് ക്ഷമയോതുന്നു, ഉദിക്കും ദേവന് വെള്ളം ജപിച്ചേകുന്നു, പുരമുറ്റ തുളസിക്കു വലം വയ്ക്കുന്നു, പറവയ്ക്കും പുലരന്നം
പകർന്നൂട്ടുന്നു. എല്ലാ ജീവജാലങ്ങളോടും സന്തോഷത്തോടുകൂടി സംസാരിച്ചിട്ട് വേണം ഉണർന്നിരുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും മറ്റ് സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെല്ലാം PN പണിക്കർ എന്ന് പറയുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ ആ വലിയ മനുഷ്യനെ ഓർമ്മിക്കുകയും അതിനെ തുടർന്ന് ജൂലൈ 7 വരെ, ജൂലൈ 7 ചിന്തകനും എഴുത്തുകാരനും പ്രഭാഷകനും സർവോപരി ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ ആധുനിക രീതിയിലേക്ക് പരിഷ്കരിച്ച് മാറ്റിയ അവി ദാസ് സാറിൻ്റെ ജന്മദിനം കൂടിയാണ് ജൂലൈ 7. അന്നാണ് വായനാപക്ഷാചരണത്തിൻ്റെ സമാപനം നടക്കുന്നത്. കൊച്ചി താലൂക്കിൻ്റെ സമാപനം എളങ്കുന്നപ്പുഴ സാവിയോ ഹാളിൽ വെച്ച് അതിവിപുലമായ ചടങ്ങുകളോടെ 10ാം തരത്തിൽ +2-വിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കൽ, റാങ്ക് ജേതാവായ ചിന്തുമോളെ ആദരിക്കൽ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് മാലിപ്പുറം ദേശത്ത് ജനിക്കുകയും അവിടെയെല്ലാം മാലിപ്പുറം സ്കൂളുകളിൽ പഠിച്ച് വളർന്ന് ഇന്നിപ്പോൾ ഹൈക്കോടതി ജഡ്ജിയായി നിയോഗിക്കപ്പെട്ട സ്നേഹലതയെ ആദരിക്കൽ ഉൾപ്പെടെ വലിയ പരിപാടികളോടെ ഇളകുന്നപ്പുഴ ജൂലൈ 7-ാം തീയതി വായനാപക്ഷാചരണത്തിന് സമാപനം നടക്കുകയാണ്. അതിനിടയിലാണ് ഈ പരിപാടി ലൈബ്രറി കൗൺസിൽ കൂടി, സംസ്ഥാന കൗൺസിൽ കൂടി ഈ പരിപാടി അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഗ്രന്ഥശാലകളിലും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. പ്രധാന പ്രതിനിധി 2 പേരാണ്. ഒന്ന് എക്സൈസ് ഇൻസ്പെക്ടറും മറ്റൊന്ന് ജോണി മാഷും. അവർ 2 പേരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പറയാം. നിങ്ങളോട് എന്തായാലും ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുകയാണ്. നല്ല മിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികളാണ്. കാരണം ഒച്ച വെക്കുക, സാധാരണ വിദ്യാലയങ്ങളിൽ പരിപാടി നടക്കുമ്പോൾ ഒച്ച വെക്കുക, പരസ്പരം സംസാരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക, ഇതെല്ലാം സംഭവിക്കാറുള്ളതാണ്. പക്ഷേ ഞാൻ ആദ്യം മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും നമ്മുടെ ആദ്യത്തെ ചടങ്ങ് മുതൽ തന്നെ വളരെ കൃത്യമായി ഈ വേദിയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതാണ് നമുക്ക് ആവശ്യം. കാരണം നമ്മൾ പാഠ്യവിഷയങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് പോലെ തന്നെ വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള, എന്നാൽ സമൂഹത്തിൽ ഒരുപാട് സങ്കീർണതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരിയുടെ വിനിയോഗത്തെ സംബന്ധിച്ചും അതുണ്ടാക്കുന്ന അതിദാരുണമായ ദുരന്തത്തെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ സഹോദരന്മാരോടും നമ്മുടെ സുഹൃത്തുക്കളോടുമെല്ലാം പറഞ്ഞ് അങ്ങനെയുള്ള സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു പ്രേരക ശക്തിയായി വർത്തിക്കേണ്ട ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുമക്കൾ. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു പൊതു സ്ഥലത്ത് വെച്ച്, ഒരു ജംഗ്ഷനിൽ വെച്ച് വേണമെങ്കിൽ നടത്താം. അതല്ല, അതിലുപരിയായി നിങ്ങളെല്ലാവരും ഈ രാജ്യത്തിൻ്റെ, ഈ സമൂഹത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാം ഭാവി വാഗ്ദാനങ്ങളായി വളർന്നു വരേണ്ടവരാണ്. അപ്പം നിങ്ങളാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ അത് പകർത്തണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥവും ഉപയോഗിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കേണ്ട ഒരു ദിവസമാണെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ ഈ ചടങ്ങ് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പൊതുസമൂഹത്തെയും, അതായത് ലഹരി പദാർത്ഥങ്ങളുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തെയും പ്രത്യേകിച്ച് പുതുതലമുറയെ ബോധവൽക്കരിക്കുന്നത് വഴി ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുകയാണ് ഇന്നത്തെ ഈ പരിപാടിയിലൂടെ, ഈ ലഹരി വിമുക്ത സദസ്സിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്കുവെച്ച് തുടങ്ങുകയാണ്. അതായത് ഒരു 2 വർഷം മുന്നേ, എൻ്റെ വീട് ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ. 2 വർഷം മുന്നേ എൻ്റെ കുടുംബത്തോടൊപ്പം ഞങ്ങളൊന്ന് ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോയി. എൻ്റെ സഹോദരിയുടെ കുട്ടികളുണ്ട്, എൻ്റെ കുട്ടികളുണ്ട്. എൻ്റെ മോൾക്ക് ഇന്നിപ്പോൾ അവള് 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, അന്ന് അവള് 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് അവധിക്കാലാണ്, ന്യൂ ഇയർ സംബന്ധിച്ചുള്ള പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവള് മണ്ണ് വാരി കളിക്കുമല്ലോ കുട്ടികൾ ബീച്ചിൽ പോയാൽ. അപ്പോൾ മണ്ണ് വാരി കളിച്ചപ്പോൾ അവളുടെ കയ്യിൽ സിറിഞ്ച് കുത്തിക്കയറി കയ്യിൽ. എന്നെ അന്നത്തെ അപ്പോഴത്തെ വെപ്രാളത്തിലോ എന്നെ പേടിച്ചിട്ടോ ആണോ അറിയില്ല, അവൾ ആ സിറിഞ്ച് അപ്പൊ തന്നെ വലിച്ചെറിഞ്ഞു. നമ്മൾ കണ്ടില്ല.
കണ്ടില്ല. ഞാൻ തിരിച്ച് എൻ്റെ ഒരു ഫോൺ വന്നിട്ട് ഞാനൊന്ന് മാറിയതാണ് അങ്ങോട്ട്. തിരിച്ച് ഞാൻ വരുമ്പോൾ ആളാകെ പേടിച്ച് നിൽക്കുകയാണ്, എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട്. അപ്പോൾ കാര്യം പറഞ്ഞു, സിറിഞ്ച് കുത്തി കയറി, സിറിഞ്ച് ആള് വലിച്ചെറിഞ്ഞു. നമ്മളും ആകെ പാനിക്കായി. രാത്രിയായി അപ്പോഴേക്കും. തിരിച്ച് വീട്ടിൽ വന്നു, കൈയൊക്കെ കഴുകി, എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതി, പിറ്റേ ദിവസം ഒന്ന് ഹോസ്പിറ്റലിൽ കണ്ടാൽ മതി, ഡോക്ടറെ കണ്ടാൽ മതി എന്നുള്ളൊരു ഇതിൽ ഞാൻ പിറ്റേ ദിവസം പോയി. ഇവിടെ കോട്ടൂച്ചി താലൂക്ക് ഹോസ്പിറ്റലിലൊന്ന് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സിറിഞ്ചാണ് കുത്തിക്കയറിയത്, അപ്പോൾ നമുക്ക് അതിൻ്റെ മുൻകരുതലുകൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് കോട്ടൂച്ചിയിലില്ല അതിൻ്റെ ചികിത്സ, എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ വേഗം ജനറൽ ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ കുട്ടികളുടെ പീഡിയാട്രിഷ്യനെ കണ്ടു. ഡോക്ടർ അപ്പം തന്നെ ചാടി എഴുന്നേറ്റിട്ട് എന്നെയും എൻ്റെ മോളെയും കൊണ്ട് ഉഷസ്സിലേക്ക് പോയി. ഉഷസ് എന്ന് പറഞ്ഞത് കുട്ടികളിലെ HIV ചികിത്സ കണ്ടെത്താനും HIV കണ്ടെത്തുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും ചികിത്സിക്കുന്നതിനുമായിട്ടുള്ള ഒരു സർക്കാർ സംവിധാനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്ന് ഞങ്ങൾ ഉഷസ്സിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നു, ഡോക്ടറെ അവിടെ മെഡിക്കൽ ഓഫീസറെ കണ്ടു. ഡോക്ടർ കാര്യങ്ങൾ ഒരു കൗൺസിലിംഗ് പോലെ എനിക്ക് പറഞ്ഞു തരികയാണ് കാര്യങ്ങളൊക്കെ. അതായത് കുട്ടിക്ക് നമുക്ക് ടെസ്റ്റ് നടത്തണം, സിറിഞ്ച് കുത്തിക്കയറിയതല്ലേ, അങ്ങനത്തെ നമ്മളതൊന്ന് മുൻകരുതലോടെ സമീപിക്കണം എന്നുള്ള രീതിയിൽ എനിക്കൊരു കൗൺസിലിംഗ് പോലെ തരികയാണ്. കാരണം നമ്മൾ പേടിക്കുമല്ലോ. അപ്പോൾ ടാബ്ലറ്റ് എടുക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു. ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഇത്ര മണിക്കൂറിനുള്ളിൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം പ്രതിരോധ മാർഗമായിട്ട്. അങ്ങനെ ഞാൻ മെഡിസിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഒരു നേരം ഇത്ര കൊണ്ട് ഗുളിക കാണിച്ചു തന്നു. രണ്ട് ഗുളിക വീതം 3 നേരം കഴിക്കണം. അപ്പം ഞാൻ ചോദിച്ചു ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ, ചെറിയ കുട്ടിയല്ലേ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്വാഭാവികമായി സൈഡ് എഫക്ട്സ് ഉണ്ടാകും എന്ന് വെച്ചാൽ ഒരു ഉറക്കക്കുറവ്, തളർച്ച, അത് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇതിൻ്റെ അസാധ്യത, കാരണം നമ്മൾ സിറിഞ്ച് കണ്ടിട്ടില്ലല്ലോ, എത്ര പഴക്കമുണ്ട് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അതങ്ങനെ ഡോക്ടർക്ക് പറയാൻ പറ്റില്ല, അത് കാണാത്തതുകൊണ്ട്. എന്നോട് അത് തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അന്ന് ചൂട് കാലാവസ്ഥയാണ്, മണ്ണിനടിയിൽ അത്രയും മണിക്കൂർ അത് കിടന്നതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ട, കൊച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, മെഡിസിൻ വേണ്ട, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല, മെഡിസിൻ വേണ്ട, നമുക്ക് ടെസ്റ്റ് നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ 15 ദിവസം ആദ്യത്തെ ടെസ്റ്റ് അന്ന് നടക്കണം, പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ്, പിന്നെ ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ്, 3 മാസം, ഇങ്ങനെ ഒരു ഇടവേളകളിൽ HIV ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കണം ഞങ്ങൾ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ പറയുന്ന പോലെ അല്ല കേട്ടോ. നമ്മൾ ഔഷധത്തിലിരുന്ന് അവിടെയുള്ള മറ്റു രോഗികളോടൊപ്പം ഒക്കെ ഇരുന്ന് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ വല്ലാത്ത ഭീതിതമായൊരു അവസ്ഥയാണ്. അപ്പോൾ പിന്നെ എനിക്കൊരു തെറ്റ് പറ്റിയത്, ഇത്തരം സന്ദർഭങ്ങൾ ഇത്തരം അവസ്ഥകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ബീച്ചിലായിരുന്നു. ഉടനെ കൈ കഴുകിയോ എന്ന് ഡോക്ടർ ചോദിച്ചു, സോപ്പിട്ട് കൈ കഴുകിയോ? അപ്പം ഞാൻ പറഞ്ഞില്ല, വീട്ടിലെത്തിയിട്ടാണ് കൈ കഴുകിയത്, അവിടെ ഉപ്പുവെള്ളം ഉണ്ടായിരുന്നില്ല, അത് വെച്ചെങ്കിലും നിങ്ങൾക്ക് കൈ കഴുകാമായിരുന്നു, നമ്മളതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ഇതിൽ അതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഭാഗ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അന്ന് മെഡിക്കൽ ഓഫീസർ എൻ്റെ മകളോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് എനിക്കിപ്പോൾ നിങ്ങളുടെ ഇത് പങ്കുവയ്ക്കാനുള്ളത്. അതായത് നമ്മൾ ആനന്ദത്തിനും ഉല്ലാസത്തിനും ആശ്വാസത്തിനുമായി ചെന്ന് കയറിയിരുന്ന സ്ഥലങ്ങളൊന്നും ഇന്ന് സുരക്ഷിതമല്ല. സുരക്ഷിതമെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ഇടങ്ങളൊന്നും അങ്ങനെ അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസത്തെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് ആമുഖമായി അതാണ് പങ്കുവയ്ക്കുന്നത്. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.